ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഒരു ബ്രൗണിയുടെ റെസിപ്പിയാണ്. എന്താണ് ഈ ബ്രൗണി എന്നുള്ളത് ചിലർക്കൊക്കെ സംശയമുള്ളൊരു കാര്യമായിരിക്കും. പെട്ടെന്ന് നമ്മൾ കാണുന്ന സമയത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതുണ്ടാക്കുന്നൊരു മെത്തേഡൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കേക്ക് തന്നെയല്ലേ എന്നുള്ളത്. പക്ഷേ ആക്ച്വലി കേക്കും ബ്രൗണിയും തമ്മിൽ വ്യത്യാസമുണ്ട്. കേക്കിൻ്റെയും ഒരു സോഫ്റ്റ് കുക്കിയുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു ടെക്സ്ചറാണ് നമ്മളുടെ ബ്രൗണിക്കുള്ളത്. അപ്പോൾ ബ്രൗണി തന്നെ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് കേക്കി ബ്രൗണി, മറ്റൊന്ന് ഫഡ്ജി ബ്രൗണി. കേക്കി ബ്രൗണി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കേക്കിനോട് സാദൃശ്യമുള്ള ബ്രൗണിയാണ്. കുറച്ചും കൂടെ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള നല്ല ചോക്ലേറ്റി ആയിട്ടുള്ള കേക്കാണ് ബ്രൗണി. അതുപോലെ തന്നെ ഫഡ്ജി ബ്രൗണി എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറംവശം നല്ല ക്രിസ്പി ആണെങ്കിലും ഉൾവശം ഒരു ഫഡ്ജ് പോലെ തന്നെയാണ് ഉണ്ടാവുക. ഒട്ടും ഏരിയേറ്റഡ് ആയിരിക്കില്ല. അതിൽ നമുക്ക് പ്രത്യേകിച്ച് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫഡ്ജി ബ്രൗണിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫഡ്ജി ബ്രൗണി ഉണ്ടാക്കുന്നത് നോക്കാം. ബ്രൗണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കോമ്പൗണ്ട് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 250 ഗ്രാമിൻ്റെ പേക്കാണ്. പക്ഷേ നമുക്കിതിൽ നിന്നൊരു 100 ഗ്രാം എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മിൽക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. പക്ഷേ കുറച്ചുകൂടെ ബ്രൗണി ഉണ്ടാക്കുമ്പോൾ നല്ലത് നമ്മൾ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുക്കുന്നതാണ്. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. മൈക്രോവേവ് വെച്ചോ അതല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് രീതിയിലോ നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് രീതിയിലാണ്. ഞാനിത് ഇവിടെ അടുപ്പിലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മറ്റൊരു ബൗൾ എടുത്ത് വെക്കാം. ഇതിലേക്ക് ഒരു 110 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇതിപ്പം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അലിഞ്ഞ് ഒരു ലിക്വിഡ് രൂപത്തിലായി കിട്ടും. ഇപ്പോൾ ഇത് പെട്ടെന്ന് നന്നായിട്ട് അലിഞ്ഞ് ലിക്വിഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 എഗ്ഗാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ തരിയുള്ള ഷുഗർ ആണെങ്കിൽ അതുപോലെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അതല്ല വലിയ തരിയുള്ളതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇതൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു വിസ്കോ അതല്ലെങ്കിൽ തടിത്തവിയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നല്ലോണം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെയും ബട്ടറിൻ്റെയും കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഇതിങ്ങനെ ടൈറ്റായി വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ചോക്ലേറ്റൊക്കെ തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ കട്ടിയായി വന്നതാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ നമ്മളെ മാവ് നല്ല കട്ടിയായിട്ടിരിക്കുന്നത്. ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബേക്കിംഗ് പാന് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ബ്രൗണി ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ഉള്ള പാൻ എടുക്കുക. ബ്രൗണി എപ്പോഴും സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി ഈസിയും വേസ്റ്റേജ് കുറവും ഉള്ളത് നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും. റൗണ്ടിലാവുമ്പോൾ നമുക്ക് സ്ക്വയറിൽ കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വേസ്റ്റേജ് വരും.
ഇനി ഈ ബാറ്റർ നമുക്ക് ബേക്കിംഗ് പാനിലേക്ക് മാറ്റാം. ഇതുപോലെ കട്ടിയായിട്ടാണ് ബ്രൗണിയുടെ ബാറ്റർ ഇരിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഈ ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നമുക്ക് എല്ലാ വശത്തേക്കും ഈ മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുകൾ വശമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ബ്രൗണി സാധാരണ രീതിയിൽ കുറച്ച് തിന്നായിട്ടാണ് ഉണ്ടാവുക. അതിന് കാരണം ഒന്ന്, ബ്രൗണിയുടെ ബാറ്റർ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാടൊന്നും പൊങ്ങി വരില്ല. മാത്രമല്ല നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി മാവ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തിന്നായിട്ട് തന്നെയാണ് നമുക്ക് ബ്രൗണി കിട്ടേണ്ടത്. ഇപ്പോൾ ഏതാണ്ടൊക്കെ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ആണ് നമ്മളിത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഓരോരുത്തരുടെ അവൻ അനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഞാനിതൊന്ന് ബേക്ക് ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മളുടെ ബ്രൗണി ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. തൊട്ട് വെക്കുന്ന സമയത്ത് മുകൾ വശമൊക്കെ ഒന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. തണുത്ത് വരുമ്പോൾ ഒന്നുകൂടെ ക്രിസ്പിയായി വരും. നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കംപ്ലീറ്റ് ആയിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ബ്രൗണി ബേക്കിംഗ് പാനിൽ നിന്ന് എടുത്ത് മാറ്റാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മളുടെ ബ്രൗണി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തൊട്ട് നോക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളുടെ ബട്ടർ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് ഈസി ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. സ്ക്വയറിലാണ് കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഉള്ളിലൊക്കെ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ഫഡ്ജി ടൈപ്പ് തന്നെയാണ് നമ്മളുടെ ബ്രൗണിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ മുകൾ ഭാഗം നല്ല ക്രിസ്പിയാണ്. അപ്പോൾ നമ്മളുടെ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ബ്രൗണി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ഐസ്ക്രീമിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഈ ഒരു ബ്രൗണി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതും കൂടെ കാണണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.